ഹായ് എവരി വൺ. കേരള സെറ്റ് ഹിസ്റ്ററിയിലെ യൂണിറ്റ് 4 ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ചോദ്യം. ഇത് മൊഡ്യൂൾ 4-ൽ നിന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം ഇതാണ്: അനേകാന്തവാദ ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഓപ്ഷൻ എ ബുദ്ധിസം, ഓപ്ഷൻ ബി ജൈനിസം, ഓപ്ഷൻ സി അജീവിക, ഓപ്ഷൻ ഡി സിക്കിസം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം ഇതൊരു PYQ ആണ്. അപ്പോൾ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ 6th സെഞ്ച്വറി BC കാലഘട്ടത്തിൽ ഹെറ്ററഡോക്സ് സെക്റ്റുകൾ കുറച്ചധികം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഹെറ്ററഡോക്സ് സെക്റ്റുകളിൽ അതിൻ്റേതായിട്ടുള്ള തനത് തത്വങ്ങൾ, കുറേയധികം പ്രിൻസിപ്പിൾസും സബ് സെക്റ്റുകളും ഒക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒന്നാണ് ഈ അനേകാന്തവാദ എന്ന് പറയുന്നത്. ഈ അനേകാന്തവാദ റിലേറ്റ് ചെയ്യുന്നത് ജൈനിസവുമായിട്ടാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജൈനിസമാണ്. അനേകാന്തവാദ ജൈനിസത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് നോൺ വൺ സൈഡ്നെസ്. അതാണ് അനേകാന്തവാദയുടെ മീനിങ് വരുന്നത്, അതായത് ഏകപക്ഷീയമല്ലാത്തത്. ഒന്നുകൂടി സ്പെസിഫിക് ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിനെയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിനെയോ പല വീക്ഷണകോണുകളിൽ നിന്ന് കാണാൻ കഴിയും എന്ന് പറയുന്ന ജൈനമതത്തിലെ ഒരു പ്രിൻസിപ്പിളാണ് അനേകാന്തവാദ. അനേകാന്തവാദ പോലെ തന്നെയുള്ള മറ്റ് 2 ജൈനിസത്തിലെ ആശയങ്ങളാണ് സ്യാദ്വാദ, അതുപോലെ നയവാദ എന്നിങ്ങനെ. മറ്റൊരു ചോദ്യവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്